വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോറിക്ഷകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനം. പീരുമേട് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം അറിയിച്ചത്. അതേസമയം ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയതിനെതിരെ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാണ് പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിന്മേലും അമിത കൂലി വാങ്ങുന്നുവെന്ന പരാതിയിന്മേലുമാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പിലാക്കാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ലെന്ന യോഗത്തിൽ എംഎൽഎ അറിയിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. എന്നാൽ നിയമം നടപ്പാക്കാതെ മുന്നോട്ട് പോയാൽ അത് ഒത്തിരി അലംഭാവങ്ങൾക്ക് ഇടവരുത്തും. ഈ അടുത്തിടയ്ക്ക് വണ്ടിപ്പെരിയാറിൽ 3-4 ഓട്ടോറിക്ഷ അപകടങ്ങൾ ഉണ്ടായി. അതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഇൻടോക്സിക്കേഷനാണ്. മദ്യപിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കൊരു അവബോധം നമ്മുടെ ഡ്രൈവർമാരിലും ഉടമകളിലും എത്തിച്ചു കൊടുക്കണം. അതേസമയം ഹൈറേഞ്ച് മേഖലകളിൽ മീറ്റർ ഘടിപ്പിച്ചുകൊണ്ടുള്ള സർവീസ് പ്രായോഗികമല്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 7 മണിക്ക് രാവിലെ ഞാൻ വന്നപ്പോൾ ഫാമിലിയായിട്ട് വന്ന് ഇറങ്ങുക, കുടുംബ ഫാമിലിയായിട്ട് 2 മക്കളും ഭാര്യയായിട്ട് വരിക, അർണക്കല്ലേക്ക് കൊണ്ടുപോയി 100 രൂപ വന്നിട്ട് ബാക്കി ഞാൻ പിന്നെ തരാം. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചായക്കടയൊക്കെ ഒരു ചായ കുടിച്ചു നോക്കിയാൽ 12 രൂപയാണ്. 12 രൂപ ഒരു കടി മേടിച്ച് 12 രൂപ. ഒരു ഊണിന് അന്ന് 5 രൂപയായിരുന്നു, ഇപ്പം എത്ര രൂപയാണ്? 100 രൂപയാണ്. അപ്പം ഞങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു വണ്ടിക്ക് ഒരു പർദ്ദ കയറ്റി ഇടണമെങ്കിൽ നേരത്തെ 300 രൂപയാണ്, ഇപ്പോൾ 1300 രൂപ കൊടുക്കണം. ഒരു ടയർ നിറയ്ക്കണമെങ്കിൽ 50 രൂപ, ഇപ്പോൾ 100 രൂപ കൊടുക്കണം. ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. രാവിലെ കയറി ആ വെയിലത്ത് വണ്ടി ഇരിക്കുന്നതാണ്. വൈകുന്നേരം വരെ ഞങ്ങൾ ആളെ കാത്തിരിക്കും. വരുന്നവർക്കൊക്കെ പറയാം ഫുട്ബോൾ തട്ടാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞങ്ങൾ ജീവൻ, ഞങ്ങളുടെ വീട്ടിലും ഭാര്യയും മക്കളും അമ്മയും വയ്യാത്തവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. മീറ്റർ വെച്ച് ഓടിയാൽ ഇവിടെ ഓടത്തില്ല സാറേ. ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ, ശക്തമായിട്ട് സമരത്തിൽ തന്നെയാണ്. നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂവെന്ന് MVI ഹഫീസ് യൂസഫ് വ്യക്തമാക്കി. അപ്പം നമുക്ക് നിയമം എന്ന് പറയുന്നത് അത് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നിയമപരമായി കണ്ടാൽ അത് മാത്രമേ കാണാൻ പറ്റൂ. അല്ലാതെ നമുക്ക് അവിടങ്ങളിലുള്ള ഇഷ്യൂവേഷൻ അനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞൊരു സാക്ഷ്യം തരാനൊന്നും ഒരു കാരണവശാലും നമുക്ക് നിയമത്തിന് അനുവാദമില്ല. പിന്നെ നിങ്ങൾ പരാതി ഉണ്ടാക്കാതെ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ കൃത്യമായി നിയമങ്ങളെല്ലാം അറിയണം. ഇതുപോലെ ഇപ്പോൾ അറിയാമല്ലോ, ഇത് വായിച്ചായിരിക്കുമല്ലോ. അപ്പം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച്, ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് മിനിമം ചാർജ് 30 രൂപയാണ്. അത് 1.5 കിലോമീറ്റർ ഓടുന്നതാണ്. എല്ലാവരുടെയും പേപ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഓരോ കിലോമീറ്ററിനും പിന്നെ 15 രൂപ വെച്ചാണ് തരുന്നത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഇതാണ്, അതായത് വെയിറ്റിംഗ് ചാർജാണ്. ഒരു മാക്സിമം 250 രൂപ, അല്ലെങ്കിൽ 15 മിനിറ്റ് 10 രൂപ. നിങ്ങൾ വാങ്ങിക്കാനുള്ള വിളങ്ങുന്നുള്ളതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കത്തില്ലായിരിക്കും തോന്നി. അതാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കൊരു കാരണവശാലും അനുവദിച്ച് തരാനായിട്ട് നമുക്ക് നിയമപരമായി പറ്റില്ല. വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും വാലാടി 62 ഭാഗങ്ങളിലേക്ക് സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു. ഇതിന് പരിഹാരമുണ്ടാക്കുമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം PM നൌഷാദ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജി മോഹൻദാസ്, SM അരുൺകുമാർ, ഹഫീസ് യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം K മാരിയപ്പൻ, രാജൻ കൊഴുവമ്മക്കൽ, PA അബ്ദുൾ റഷീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.